പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നവരെ കയ്യും കാലും വെട്ടുന്ന ഏർപ്പാട് ഇസ്ലാമിലുള്ളതാണോ എന്ന് ഞാൻ നേരത്തെ എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ആളുകളെ വിളിച്ചുകൊണ്ടു. ജനങ്ങൾ മുഴുവനും കൂടി അവരോട് ചോദിച്ചു, പ്രവാചകൻ ഈ കുന്നിൻ്റെ അപ്പുറത്ത് ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കും? അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായും വിശ്വസിക്കും, നീ ഇതുവരെ കളവ് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പം അദ്ദേഹം തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആളുകളെല്ലാം അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം മുഹമ്മദ് പറയുന്നത് നമ്മുടെ പാരമ്പര്യ വിശ്വാസത്തിനെതിരാണ്. പക്ഷേ മുഹമ്മദ് അത് പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം മുഹമ്മദ് ഇതുവരെ കളവൊന്നും പറഞ്ഞിട്ടില്ല. ഈ സന്ദർഭത്തിൽ ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള നിന്ദയുടെ വാക്ക് പറഞ്ഞത് പ്രവാചകന്റെ ഒരു പിതൃവ്യൻ തന്നെയാണ്. തന്റെ മൂത്താപ്പ അബൂലഹബ് പറഞ്ഞു, തബ്ബല്ലക്, നിനക്ക് നീ നശിച്ചു പോകട്ടെ മോനെ. ഇതിനായിരുന്നു അലിഹാദ ജമാഅത്തന, നീ ഇതിനാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയത്? അതോടുകൂടി എതിർപ്പിന്റെ തുടക്കമാണ്, വിരോധത്തിന്റെ തുടക്കമാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള നിന്ദയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അബൂലഹബാണ്. ആ അബൂലഹബിന് മറുപടി പറഞ്ഞത് ഏഴാനാകാശത്തിൽ നിന്ന് സർവ്വലോക രക്ഷിതാവായ തമ്പുരാനാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വത്തബ് എന്ന് പറഞ്ഞു. അബൂലഹബിന്റെ കൈകൾ നശിച്ചിരിക്കുന്നു, അവൻ നശിക്കട്ടെ, അവൻ നശിക്കുക തന്നെ ചെയ്തു. അബൂലഹബിനെ വിമർശിച്ചുകൊണ്ട്, അബൂലഹബിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അബൂലഹബ് പ്രവാചകനെതിരെയുള്ള നിന്ദയുടെ ഉദ്ഘാടനം നിർവഹിച്ച അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അദ്ദേഹത്തെ വിമർശിച്ചു. ഇതിനുശേഷം ഈ ഖുർആനിലെ വചനങ്ങൾ സ്വഹാബിമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ന് വരെ. പ്രവാചകന് അതിനുശേഷം ഒരുപാട് ശിഷ്യന്മാരുണ്ടായി. ഉമറിനെ പോലെയുള്ള ധൈര്യശാലികളായ ആളുകൾ, ഹംസയെ പോലെയുള്ള വളരെ ശക്തരായ പോരാളികൾ എല്ലാം പ്രവാചകന്റെ ശിഷ്യന്മാരായി ഉണ്ടായി. അവർ ഓതിക്കൊണ്ടിരുന്നു, തബ്ബത് യദാ അബീ ലഹബിൻ വത്തബ്, അബൂലഹബിന് ശാപം. അതാണ് കാരണം അബൂലഹബ് പ്രവാചകൻ നിന്നക്ക് ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ അവരാരും അബൂലഹബിനെതിരെ ഈ നിന്ദയുടെ പേരിൽ ഒരു ആക്രമണം നടത്തിയില്ല. അബൂലഹബിനെ നശിപ്പിക്കാൻ വേണ്ടി അവരാരും ആയുധവുമായി ചെന്നില്ല. അബൂലഹബിനെ തകർക്കാൻ അവരാരും ശ്രമിച്ചില്ല. നമ്മൾ അറിയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന കൃത്യവുമായി മക്കയിലെ ഉക്കാള ചന്തയിൽ ചെല്ലും. ഉക്കാള ചന്ത എന്ന് പറഞ്ഞാൽ അന്നത്തെ മക്കയിലെ വലിയ ചന്തയാണ്, വലിയ വർത്തനങ്ങൾ നടക്കുന്ന ചന്ത. ആ ചന്തയിൽ ചെന്നിട്ട് പ്രവാചകൻ ഒരു സൈഡിൽ നിന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആളുകളെ സത്യമതത്തിലേക്ക് ക്ഷണിക്കും. അപ്പോ മക്കയിൽ ഒരാളുണ്ട്, സുഹൈൽ ഇബ്നു അംർ എന്നാണ് പേര്. നല്ല വൈഭവമുള്ള ആളാണ്, നന്നായി സംസാരിക്കും, നല്ല പ്രഭാഷണ ചാതുരിയുള്ള ആളാ. അദ്ദേഹം അടുത്ത് നിന്നിട്ട് പ്രവാചകനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം നടത്തും, ഖുർആനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തും. അങ്ങനെ ആളുകൾ അതിലേക്ക് ശ്രദ്ധിക്കും, ഖുർആനിലേക്ക് ശ്രദ്ധിക്കാതെ. പ്രവാചകൻ നിന്ദ നീണ്ട 10 വർഷക്കാലം, അതിനുശേഷം 13 വർഷക്കാലം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയി. ഹിജറ കഴിഞ്ഞതിന് ശേഷവും മക്കയിൽ നിന്ന് വീണ്ടും ഇദ്ദേഹത്തിന്റെ ഈ നിന്ന പരിപാടികൾ തുടർന്നു. അങ്ങനെ ഇരിക്കെ മദീനയും മക്കയും തമ്മിൽ യുദ്ധം നടന്നു. പ്രവാചകൻ തന്റെ ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെയും ആ സമൂഹത്തിന് നേതൃത്വമുള്ള ഒരു നാടിനെയും വളർത്തിക്കൊണ്ടുവരുന്നത് മക്കയിലെ മുശ്രിക്കുകൾ സഹിച്ചില്ല. ആ നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടി യുദ്ധത്തിന് വന്നു. അവരുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. ഒന്നാമത്തെ യുദ്ധം ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ ഒരുപാട് മക്കയിലെ ഖുറൈശികൾ 1000-ലധികം ആളുകൾ സായുധ സജ്ജരായി വന്നു. മുസ്ലിങ്ങൾ 313 പേർ. കാര്യമാത്രം പ്രസക്തമായ ആയുധങ്ങളൊന്നുമില്ല, കാരണം അവർ യുദ്ധത്തിന് ഒരുങ്ങിയിരുന്നില്ല. പക്ഷേ യുദ്ധം നടന്നു. യുദ്ധത്തിൽ അത്ഭുതകരമായി മുസ്ലിങ്ങൾ ജയിച്ചു. മുശ്രിക്കുകളിൽപ്പെട്ട മക്കയിലെ ബഹുദൈവാരാധകരിൽപ്പെട്ട ഖുറൈശികളിൽപ്പെട്ട ആളുകൾ ബന്ദികളായി വന്നു, അവരെ യുദ്ധത്തടവുകാരായി വന്നു.
യുദ്ധത്തടവുകാരെ എന്ത് ചെയ്യണമെന്ന ചർച്ചയുണ്ടായി. കൊല്ലണമെന്ന അഭിപ്രായമുണ്ടായി വിശ്വാസികൾക്കിടയിൽ, വെറുതെ വിടണമെന്ന അഭിപ്രായമുണ്ടായി മറ്റു ചിലർക്കിടയിൽ, അവർക്ക് മോചന മൂല്യം വാങ്ങി വെറുതെ വിടണമെന്ന അഭിപ്രായമുണ്ടായി, പലതും ഉണ്ടായി. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളെ മോചനദ്രവ്യം ചെയ്ത് വാങ്ങി വെറുതെ വിട്ടു, മറ്റു ചിലരെ വെറുതെ വിട്ടു, മറ്റു ചിലരെ മദീനക്കാരായ ആളുകൾക്ക് അക്ഷരം പഠിപ്പിക്കാമെന്ന വ്യവസ്ഥയിന്മേൽ വെറുതെ വിട്ടു. ഇങ്ങനെ വെറുതെ വിടാൻ തീരുമാനിക്കപ്പെട്ട ആളുകളിൽ ഒരാൾ സുഹൈൽ ഇബ്നു അംറായിരുന്നു. സുഹൈൽ ഇബ്നു അംറിനെ വെറുതെ വിടാൻ തീരുമാനിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അവനെ വെറുതെ വിടുകയാണെങ്കിൽ അവന്റെ മുൻനിരപ്പല്ലിൽ 2 പല്ല് കൊഴിക്കാനെങ്കിൽ എന്നെ സമ്മതിക്കണം, എന്നാൽ പോയിട്ട് ഇനി അവൻ നിങ്ങളെക്കുറിച്ച് തെറി പറയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി നമ്മളെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. അദ്ദേഹത്തെ അംഗവിച്ഛേദം ചെയ്താൽ പരലോകത്ത് വെച്ച് ഞാൻ അംഗവിച്ഛേദികനായി മാറും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹത്തെ അംഗവിച്ഛേദം ചെയ്താൽ മരണാനന്തര ജീവിതത്തിൽ ഞാൻ അംഗവിച്ഛേദികനായിത്തീരും എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി, ഉമർ, താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം അല്ലാഹു അദ്ദേഹത്തിലൂടെ ഉണ്ടാക്കിക്കൂടായികയില്ല, അദ്ദേഹത്തിലൂടെ താങ്കൾക്ക് സന്തോഷം ഉണ്ടായിക്കൂടായികയില്ലല്ലോ. അങ്ങനെ സുഹൈൽ ഇബ്നു അംറിനെ വെറുതെ വിട്ടു. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. സുഹൈൽ ഇബ്നു അംർ ഇസ്ലാമിനെ പഠിച്ചു, മനസ്സിലാക്കി. പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഈ പ്രവാചകനെ വിമർശിക്കുവാൻ വേണ്ടി, തെറി പറയാൻ വേണ്ടി ഉപയോഗിച്ച നാവുകൾ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേക പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് സുഹൈൽ ഇബ്നു അംർ തന്റെ വാഗ്വൈഭവവുമായി കടന്നു ചെന്നുകൊണ്ട് പ്രസംഗിച്ചത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു ഓർത്തു, എന്താ, താങ്കൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒന്ന് അദ്ദേഹത്തിലൂടെ അല്ലാഹു ചെയ്തുകൂടായികയില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിക്കാത്ത, വിമർശിക്കാത്ത ആരാണുള്ളത്? നാം അറിയേണ്ടത്, നമ്മൾ ഇവിടെ പറഞ്ഞ ഓരോരുത്തരുടെ പേരുകൾ കേൾക്കുമ്പോഴും അവർ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അഥവാ മുഹമ്മദിനെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുന്ന മുഹമ്മദിന്റെ തലയെടുത്തുകൊണ്ട് മാത്രമേ എന്റെ വാള് വിശ്രമിക്കൂ എന്ന് പറഞ്ഞു ഊരിയതാണ് ഉമറിന്റെ വാള്, അല്ലേ? ആ വാള് പക്ഷേ പ്രവാചകന്റെ സന്നിധിയിലെത്തിയപ്പോഴേക്ക് ആ വാള് മാറിക്കഴിഞ്ഞിരുന്നു. വാളല്ല മാറിയത്, വാള് പിടിച്ച കൈ മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം പിന്നീട് ആ വാൾ ഉപയോഗിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, സംരക്ഷിക്കാൻ. എന്തേ കാരണം? പ്രവാചകനെ വിമർശിച്ച, എതിർത്ത, വെറുത്ത ആളുകൾ റസൂലുള്ളാഹിന്റെ ജീവിതം കണ്ട് മാറുക ചെയ്തത്, പ്രവാചകന്റെ സന്ദേശങ്ങൾ സ്വീകരിച്ച് മാറുക ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധത്തിന് വന്ന ആളുകൾ, അബൂ സുഫിയാൻ, അല്ലേ, ബദർ യുദ്ധത്തിന്റെ തലച്ചോറ് അബൂ സുഫിയാന്റേതായിരുന്നു. അബൂ സുഫിയാന്റെ പേര് കേൾക്കുമ്പോൾ മുസ്ലിങ്ങളെ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലണം. ബദർ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധം നടത്തുവാൻ വേണ്ടി തലച്ചോറ് ഉപയോഗിച്ച് അബൂ സുഫിയാന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് മേൽ അള്ളാഹുവിന്റെ സംതൃപ്തി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്തേ കാരണം? ആ അബൂ സുഫിയാൻ പ്രവാചകനെ പഠിച്ചു, ഇസ്ലാമിനെ പഠിച്ചു, പിൽക്കാലഘട്ടത്തിൽ മുസ്ലിമായി. ഉഹദ് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ സങ്കടകരമായ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ തോറ്റു, മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടായി. ആദ്യം മുസ്ലിങ്ങൾ ജയിച്ചെങ്കിലും ഖാലിദ് ഇബ്നു വലീദ് എന്ന് പറയുന്ന ആളുടെ, അത് ഖുറൈശിയുടെ മുശ്രിക്കിന്റെ തന്ത്രം വിജയിച്ചു. ഖാലിദ് ഇബ്നു വലീദിന്റെ തന്ത്രം യുദ്ധത്തിൽ പിന്തിരിഞ്ഞു പോയതിനു ശേഷം തിരിച്ചു വരിക എന്ന തന്ത്രമായിരുന്നു. ആ തന്ത്രം വിജയിച്ചു. മുസ്ലിങ്ങൾ ചിന്നിച്ചിതറി, മുസ്ലിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായി. പ്രവാചകനടക്കം കുടിയിൽ വീണു, കാല് പൊട്ടി, പ്രവാചകന്റെ ചുണ്ട് പൊട്ടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകൾ പൊട്ടി, പ്രവാചകന്റെ കാലിലൂടെ ചോര വാർന്നൊടുക്കി. ഇതെല്ലാം സംഭവിച്ച ഉഹദ് യുദ്ധത്തിന് കാരണം
തലച്ചോറ് ഖാലിദ് ഇബ്നു വലീദിൻ്റെതാണ്. പക്ഷേ ഖാലിദ് ഇബ്നു വലീദിൻ്റെ പേര് കേൾക്കുമ്പോൾ മുസ്ലിങ്ങളെ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലണം. അദ്ദേഹത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകട്ടെ എന്നാണ് അർത്ഥം. എന്താ കാരണം? ഇത് ചെയ്ത ഖാലിദ് ഇബ്നു വലീദ് ഇസ്ലാമിനെ പഠിച്ചു, പ്രവാചകനെ പഠിച്ചു, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി, പിൽക്കാലഘട്ടത്തിൽ മുസ്ലിമായി, പ്രവാചകന്റെ ശിഷ്യനായി. അങ്ങനെയല്ലേ ഇസ്ലാം വളർന്നത്? പ്രവാചകനെ വിമർശിച്ചവരും നിന്ദിച്ചവരും എതിർത്തവരും വെറുത്തവരും അവർ ഇസ്ലാമിനെ അറിയാത്തത് കൊണ്ട്, പ്രവാചകനെ അറിയാത്തത് കൊണ്ട്, ഖുർആൻ അറിയാത്തത് കൊണ്ട് അവർ വിമർശിച്ചു, വെറുത്തു, നിന്ദിച്ചു. പക്ഷേ അവർ ഇസ്ലാമിനെ അറിഞ്ഞപ്പോ, പ്രവാചകനെ അറിഞ്ഞപ്പോ, ആ പ്രവാചക ജീവിതത്തിന്റെ വിശുദ്ധിയും ഔന്നത്യവും അറിഞ്ഞപ്പോ അവർ ഇസ്ലാമിന്റെ ആളുകളായി, പ്രവാചകന്റെ പ്രചാരകരായി. ഇവർക്കെതിരെ ആയുധമെടുക്കാനും അവർക്കെതിരെ കൈവെട്ടാനും ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കഴിഞ്ഞ ജീവിത കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ നിർത്തിയിട്ടില്ല. ഇന്ന് വരെ വിമർശനങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ക്രിസ്താബ്ദം 638 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്തക്കൊതിയനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ആദ്യത്തെ മിഷനറി രേഖയുണ്ടാകുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി. പ്രവാചകന്റെ പേര് മഹൗണ്ട് എന്നാക്കി അല്ലേ? കുരിശ് യുദ്ധ കാലഘട്ടത്തിൽ മഹൗണ്ട് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അവതാരം എന്നാണ് അർത്ഥം. മുഹമ്മദ് എന്ന് പറയാൻ മഹൗണ്ട്. മധ്യകാലഘട്ടത്തിൽ ലാറ്റിൻ രേഖകളിൽ നിങ്ങൾ കാണാൻ മഹൗണ്ട് എന്നാണ്. എന്താ മഹൗണ്ട് എന്ന് അർത്ഥം? ഇതാണ് പ്രവാചകനെ നിന്ദിക്കാൻ. പ്രവാചകന്റെ മരണത്തെ 666 വെളിപാട് പുസ്തകത്തിൽ അവസാന നാളിൽ വരുന്ന മൃഗത്തിന്റെ പേര്, മൃഗത്തിന്റെ തലയിൽ ഉണ്ടാകുന്ന നമ്പർ 666. അതുകൊണ്ട് പ്രവാചകൻ ആ മൃഗമാണെന്ന് വരുത്താൻ വേണ്ടി പ്രവാചകനെ കുറിച്ച് അന്തിക്രിസ്തു എന്ന് പറഞ്ഞു. പ്രവാചകനെ കുറിച്ച് അന്തിക്രിസ്തുവിന് വഴിയൊരുക്കിയ ആളാണെന്ന് പറഞ്ഞു. പ്രവാചകനെ കുറിച്ച് പിശാചിന്റെയും മുഹമ്മദിന്റെയും ദൈവത്തിന്റെയും 3 പേരുടെ ത്രിത്വത്തിലാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ എന്തൊക്കെ അവരെയെല്ലാം കൊല്ലാൻ നടന്നത് ഇസ്ലാമിന്റെ ചരിത്രമുണ്ടോ? അവരുടെ കൈവെട്ടാൻ നടന്നത് ഇസ്ലാമിക ചരിത്രത്തിലുണ്ടോ? ഇല്ല. ഇസ്ലാമിന് പരിചയമില്ലാത്തത്. ഇസ്ലാം ആയുധം കൊണ്ടല്ല സംസാരിക്കുന്നത്, ആദർശം കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് വന്ന ആളുകളെ പോലും ആദർശത്തിന്റെ ഔന്നത്യം കൊണ്ട് പരിവർത്തിപ്പിച്ച ചരിത്രമാണ് ഇസ്ലാമിനുള്ളത്. അതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് എന്നും നടന്നിട്ടുള്ളത് എന്നാണ് യാഥാർത്ഥ്യം. തെറ്റിദ്ധരിച്ചവർക്ക് തിരുത്താൻ പ്രവാചക ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ.